പ്രഭാതത്തിൽ പൂക്കളിർത്തെടുക്കാൻ തോട്ടക്കാരൻ പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ്. വെളിച്ചം ഭൂമിയെ തൊട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു പൂവിൻ്റെ കണ്ടത്തിൽ തോട്ടക്കാരൻ കത്തി അടുപ്പിച്ചപ്പോൾ ആ പൂവ് തോട്ടക്കാരനോട് സംസാരിച്ചതിങ്ങനെ: കൂട്ടുകാരാ, ഇത്തിരി നേരം കൂടി കഴിഞ്ഞോട്ടെ, ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിലാണ്. ഖലീൽ ജിബ്രാന്റെ വളരെ ചിന്തനീയമായിരിക്കുന്ന വാക്കുകളിലാണ് 1650 റിസാല ചർച്ചയ്ക്കെടുക്കുന്നത്. കൃത്യമായി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഒരു കൂട്ടം ആളുകളുടെ അടിസ്ഥാനത്തെ നിലയുറപ്പിനെ തന്നെ തൊടുന്ന വിധത്തിലുള്ള ഒരു കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ റിസാല സ്പർശിച്ചു പോകുന്ന ഈ പ്രമേയത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. ഈ ലക്കം റിസാല നമ്മൾ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റോറിയൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. SIR അർദ്ധപൗരന്മാരെ സൃഷ്ടിക്കുകയാണ് രാജ്യം എന്നതാണ് ആ ചോദ്യം. നമ്മുടെ രാജ്യത്ത് 3ാം ഘട്ടത്തിലേക്കാണ് SIR പ്രവേശിക്കുന്നത്. ആദ്യം ബീഹാറിൽ അതിൻ്റെ ഒരു റിഹേഴ്സൽ നടത്തുന്നു. ഒരുപാട് പേർ അതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. ആസാമിൽ എന്ന് നമുക്ക് ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. അതെ. അസാമിൽ, ബീഹാറിൽ, വെസ്റ്റ് ബംഗാളിൽ അതിങ്ങനെ കടന്നു കയറി കേരളത്തിൽ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ അടിസ്ഥാനത്തെ തൊട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. 2ാമത്തെ ഘട്ടം കഴിഞ്ഞോടുകൂടി അതിൻ്റെ ആശങ്ക വർദ്ധിക്കുകയാണ്. കേരളം ഉൾപ്പെടെ വ്യത്യസ്തങ്ങളെ ഭക്ഷ്യവിഭവങ്ങൾ അടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ 2ാം ഘട്ടം അവസാനിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടാണ് 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3ാം ഘട്ടത്തിൽ അത് വലിയ ചോദ്യങ്ങൾ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിലെയും അതുപോലെ ബംഗാളിലെയും ഒക്കെ പ്രധാനപ്പെട്ട സ്റ്റേജിലിരിക്കുന്നവർ അതിൽ നിന്ന് ജനങ്ങളെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പോലും മുടക്കുന്ന തരത്തിലേക്ക്, അത് ലഭിക്കില്ല, SIRൽ പേര് വരാതിരുന്നാൽ എന്ന തരത്തിലേക്ക് പോലും ജൽപ്പനങ്ങൾ നടത്തുന്ന ഒരു കാലം. ഇതിലെ അതിവായന സംഭവിക്കേണ്ടത് മറ്റൊരു ആംഗിൾ കൂടി ചേർത്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതായത് വ്യത്യസ്തമായിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾ പൗരനെ കണ്ടെത്തുന്നത്, പൗരന് കൊടുക്കേണ്ടുന്ന സേവനങ്ങൾ എത്രത്തോളം ഉണ്ട് പൗരസമ്പത്ത് എന്ന ആലോചനയിലേക്ക് ജനങ്ങൾ എത്തിക്കുന്ന വ്യത്യസ്ത സർവേകൾ രാജ്യം നേരിട്ടിട്ടുണ്ട്. അതെന്തായാലും നേരിട്ടേ മതിയാവൂ. രാജ്യത്തിന് അതിൻ്റെ റിസോഴ്സ് എങ്ങനെയാണ് കടന്നു പോവുക എന്ന അനാലിസിസ് നടക്കും. പക്ഷേ ഇത്തരം പഠനങ്ങൾ മുമ്പൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും SIR പോലും വ്യത്യസ്ത രീതിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ അവകാശത്തെ തൊട്ടിരുന്നില്ല, പൗരന്റെ അവകാശത്തെ തൊട്ടിരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ വ്യക്തികളെ, ഇപ്പം ഞാനും നിങ്ങളും ഇന്ത്യയുടെ നിലവിൽ പൗരന്മാരാണ്. ഇങ്ങനെ ഇന്ത്യയുടെ പൗരന്മാരായിരിക്കുന്ന നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന രേഖകൾ ഉപയോഗപ്പെടുത്തിയായിരിക്കും നമ്മൾ ഇവിടെ നിലനിന്ന് പോകുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ് എന്നതിന് തെളിവായി ഉന്നയിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന കുറേ രേഖകളായിരിക്കും. ഇത് ഈ വ്യത്യസ്തമായിരിക്കുന്ന വിവര തലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കേരളത്തിലെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള മനുഷ്യർ അവരുടെ രേഖകൾ അത്രയൊന്നും അവർ ശേഖരിച്ച് വെക്കില്ല. അപ്പോൾ SIRന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു കോർ എന്ന് പറയുന്നത് എങ്ങനെയാണ് SIRൽ ഉൾക്കൊള്ളുക, എങ്ങനെയാണ് SIRൽ ഉൾപ്പെടാതിരിക്കുക എന്നതിൻ്റെ കണ്ടീഷൻ ക്ലോസുകൾ വെക്കുമ്പോൾ അത് ആ കണ്ടീഷണൽ പാർട്ടുകൾ ഒരാൾക്ക് ശേഖരിക്കാനുള്ള സമയം കൊടുക്കണം. അതല്ലെങ്കിൽ അതിന് തത്തുല്യമായിരിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറെ കൂടി രേഖകൾ പരിഗണിക്കണം. ഇത്തരം രേഖകളൊന്നും പരിഗണിക്കാതെ പെട്ടെന്ന് ഈ വലിയ ഇന്ത്യ ഒരു ഡെമോക്രസിയുടെ ഭാഗമായി പോകുന്ന വിധത്തിൽ എല്ലാ മനുഷ്യരെയും കൃത്യമായി തൊട്ടുകൊണ്ട് ഒരൊറ്റ കാൽക്കുലേഷനിൽ ഇവിടെ ഉണ്ട് ഇല്ല എന്ന് തരംതിരിക്കുന്ന രീതി ഉണ്ടാവുകയും, ആ രീതി വന്നാൽ ആ രേഖകളൊന്നും ഇല്ലാത്ത ആളുകൾ ഇത്രയും കാലം രാജ്യത്ത് തുടർന്ന മനുഷ്യർ
ഒറ്റയടിക്ക് തുടച്ചു നീക്കപ്പെടും. അവർക്ക് അവരുടെ ബേസിക് റിക്വയർമെന്റ് കൂടി അവരുടെ മുമ്പിൽ തടഞ്ഞു വെച്ചാൽ, അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രായോഗികത പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ നഷ്ടമാവുന്നു. നമ്മളിങ്ങനെ മറച്ചു കഴിഞ്ഞാൽ റിസാലയിലെ ആദ്യ വാക്ക് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെയാണ്. ഉസ്താദ് ഈ ലക്കത്തിൽ നമ്മോട് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് ഒരു പോസ്റ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശകലം വീഡിയോ കാണുമ്പോൾ, റീൽസ് കാണുമ്പോൾ നമ്മൾ നമ്മുടേതായ വൈകാരികതയോടുകൂടി നമ്മളതിനെ പ്രതികരിക്കും. ഉസ്താദ് ഇവിടെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിൽ നൈതികതയെക്കുറിച്ച് നല്ല അവബോധം ആവശ്യമാണെന്നാണ്. കാരണം ഡിജിറ്റൽ ഇടങ്ങളിൽ വ്യക്തിഹത്യയും അസഭ്യവർഷവും സാധാരണമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഒരാളുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് പരിദൂഷണമാണ്. സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൂടെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം എന്നൊരു ബോധമാണ് വായനക്കാരന് ആദ്യ വാക്കിലൂടെ ഉസ്താദ് നൽകുന്നത്. ഉസ്താദ് അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളതിൻ്റെ ആദ്യ വരികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്താദ് പറയുന്നുണ്ട്, അറിവ് നിർമ്മാണ പ്രവർത്തനത്തിൽ സംവാദങ്ങൾക്കും വാദങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് ആശയപരമായുള്ള വാദങ്ങളും സംവാദങ്ങളും നടക്കണമെന്നും അത് നടക്കുമ്പോഴേ ഈ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി, അറിവിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒരു ലോജിക്കൽ ലെവലിൽ വളർത്തുന്നതിന് സംവാദങ്ങൾ ഉണ്ടാവണമെന്ന് ഉസ്താദ് പറയുമ്പോൾ തന്നെയാണ് ഉസ്താദ് പറയുന്നത്, ഒരിക്കലും മറ്റൊരാളെ തൊട്ടുകൊണ്ടാവരുത്, അയാളുടെ അഭിമാനത്തെ തൊട്ടുകൊണ്ടായിരിക്കരുത്, അയാളുടെ ഒരു വ്യക്തിത്വത്തെ തൊട്ടുകൊണ്ടായിരിക്കരുത് എന്ന് ഉസ്താദ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അറിയാതെ എന്താ പറയുക, സ്വന്തം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർമ്മിച്ചെടുക്കുന്നത് ഷെയർ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾ അത്രയൊന്നും ശ്രദ്ധിക്കാതെ കുറ്റങ്ങളുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. അതിന് 2 ഉദാഹരണങ്ങൾ കൂടി വെച്ച് വെക്കുന്നുണ്ട്. ഒന്ന് മൂസാ നബിയുടെ, അതുപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒരു വളരെ പ്രധാനപ്പെട്ട കഥയാണ് അതിന് ഉദാഹരണമായിട്ട് ചേർത്ത് വെക്കുന്നത്. ഫിറൗനോട് ഇടപെടുന്ന നേരത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ സൗമ്യമായിട്ടാണ് സംസാരിക്കേണ്ടത്. നോക്കൂ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയോട് പോലും വളരെ സുന്ദരമായി, ലളിതമായി, സൗമ്യമായി അവരോട് നമ്മെ കേൾക്കാൻ മനസ്സ് വെക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തു സുന്ദരമായൊരു ആശയമാണത്. അത് വെച്ചുകൊണ്ടാണ് ഉസ്താദിനെ സമർത്ഥിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ എത്ര വലിയ ശത്രുവാണെങ്കിലും അവൻ നമ്മോട് എന്ത് ചെയ്യണം? നമ്മുടെ വാക്ക് കേൾക്കണം. അതിന് വളരെ മൃദുലമായി സമീപനത്തോടെ അദ്ദേഹത്തോട് സമീപിക്കണം എന്നതാണ് ഉസ്താദ് പറയുന്ന കാര്യം. ഉസ്താദ് അവിടെ ഹബീബായ തങ്ങളുടെ ഹദീസിനെ കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ആ ഹദീസിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. അഥവാ നിങ്ങൾ ഇടപെടുന്നിടത്തൊക്കെ സൗമ്യത ചേർത്ത് വെക്കണേ. സൗമ്യത ചേർത്ത് വെച്ചാൽ അതെത്ര സുന്ദരമാവും. ആ സൗമ്യതയെ ഒന്നെടുത്ത് ഊരിയാൽ നിങ്ങൾ ഇൻ്ററാക്ട് ചെയ്യുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് വൈരൂപ്യമാവും എന്ന ഒരാലോചന മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആദ്യ വാക്കിൽ വരുന്നുണ്ട്. അഥവാ എന്തിലേക്കും സൗമ്യത ചേർത്ത് വെച്ചാൽ അതിൻ്റെ ബ്യൂട്ടി വർദ്ധിക്കുമെന്നും ആ സൗമ്യത എടുത്തൊഴിവാക്കിയാൽ അത് എത്ര വലിയ നല്ല കാര്യമാണെങ്കിലും അത് വിരൂപമായിരിക്കുമെന്ന് കൂടി അടിവരയിടുന്നുണ്ട്. എന്തായാലും ഒരു വലിയ തുറവിയിലേക്ക് ഇടപെടുന്നത് എങ്ങനെയെന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന്, ആശയവിനിമയം നടത്തേണ്ടത് എങ്ങനെയെന്ന്, ഒപ്പം നമ്മളുടെ നിലപാടുകളിൽ നമ്മൾ ബോധ്യം ഉണ്ടാവേണ്ടത് എങ്ങനെയെന്ന് ഉസ്താദ് ചേർത്ത് വെക്കുകയാണ് ആദ്യ വാക്കിൽ. റിസാലയിൽ നമ്മൾ ചൂണ്ടുവിരലൂടെ ഇങ്ങനെ റിസാലയിനി അങ്ങോട്ട് ഇത്തവണ നമ്മോട് സംവദിക്കുന്ന സംവാദങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യ ലേഖനം വരുന്നത് സംഘപരിവാരം ഇന്ത്യ പിടിച്ച വിധം, അഥവാ ഇന്ത്യ തോറ്റതെങ്ങനെ എന്നതാണ്. അഥവാ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി പറഞ്ഞു വെക്കുകയും പ്രതിപക്ഷം എങ്ങനെയാണ് ഇനി മികക്കേണ്ടത്, അഥവാ നമുക്ക് ഇനിയും ജയിച്ചടക്കാൻ കഴിയും, അത് എങ്ങനെയെന്ന് കൃത്യമായി ചൂണ്ടുവിരലിലൂടെ റിസാല ബോധ്യപ്പെടുത്തുന്നു. എല്ലാവരും വായിക്കണം. ശരിക്കും നല്ല എപ്പോഴും ഒരു രാഷ്ട്രീയ ബോധത്തെ നിർമ്മിക്കുന്നതും അപനിർമ്മിതി നടത്തുന്നതും എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു മെത്തഡോളജിക്കൽ ഒരു പ്രോസസ്സിനെയാണ് കൃത്യമായ ചൂണ്ടുവിരൽ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ സമാനമായ അവതരണമാണ്. അഥവാ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹിന്ദുത്വ അജണ്ടയും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന
ആശങ്കകളും വിശകലനം ചെയ്യുന്ന ഒരു സംഭാഷണമാണ് വെങ്കടേഷ് രാമകൃഷ്ണനും KB ബഷീറും തമ്മിൽ നടത്തുന്ന ഒരു സംസാരം. ധ്രുവീകരണ തന്ത്രങ്ങളും പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളികളും എന്നതാണ് അതിൻ്റെ തലവാചകം. അതെ, അഥവാ ഒരു 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 വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങളുടെ, അതല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിൽ രാഷ്ട്രീയ ബോധം നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തഡോളജികളെ കുറിച്ച്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളെ കുറിച്ച് പ്രതിപക്ഷം അറിയണേ എന്ന് വിരൽ ചൂണ്ടുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് നമുക്ക് പറയണം. വെങ്കടേഷ് രാമകൃഷ്ണൻ ആ ഒരു സംസാരത്തിൽ ചേർത്ത് വെക്കുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാശയത്തെ രൂപപ്പെടുത്തുന്നത് എങ്ങനെ, ആ ആശയം അറിയാതെ രൂപപ്പെടുമ്പോൾ ആളുകളിൽ അതാണ് ഏറ്റവും വലിയ നിലപാട് തറ രൂപപ്പെടുത്തുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു നല്ല ആലോചന ആ സംസാരത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പൊതുജനം വിലയിരുത്തുന്ന സമയത്ത് പ്രതിപക്ഷം അസ്തമിച്ചു എന്ന ചർച്ചയിലേക്കാണ് വരുന്നത്. ഇനിയൊരിക്കലും പ്രതിപക്ഷം കയറി വരില്ല എന്ന് പോലും ധരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, സാധ്യത ഉണ്ട് എന്ന് കൃത്യമായി ഈ ലക്കം വിസാല വരച്ചിടുന്നു, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും അതിന് കൂടുതൽ കാലങ്ങളിലേക്ക്, അതായത് ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ ഇടങ്ങളെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, അവിടെ സെറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഗ്രോത്ത് പ്രോസസ്സ് എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നതാണ്. അത് കഴിഞ്ഞു വരുന്ന ലേഖനം കോളനി അനന്തര നവീകരണത്തിൻ്റെ ബുർക്കിനബെ മാതൃക എന്നത് കുറെ കൂടി നമ്മളെപ്പോഴും പറയുന്ന ഇനി നമ്മളുടെ അടുത്തൊന്നുമില്ല, നമ്മളെ ചവച്ച് തുപ്പി കൊണ്ടാകാവുന്നതൊക്കെ കൊണ്ടുപോയി, ഇവിടുത്തെ റിസോഴ്സുകളെ കൊണ്ടുപോയി, മനുഷ്യരെ കൊണ്ടുപോയി, ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല, നമ്മൾ ഒരു ചവച്ചു തുപ്പിയ വൈക്കോൽ കൂലകളാണ് എന്ന് നമ്മുടെ റിസോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, മറിച്ച് പ്രതീക്ഷയുടെ നാമ്പ് കൃത്യമായി ഒരു അനാലിസിസ് ഇബ്രാഹിം ട്രയോറയെ ഉദ്ധരിച്ചുകൊണ്ട് റിസാല അവതരിപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കൻ നാടുകളിലെ അവിടുത്തെ റിസോഴ്സിനെ മൊത്തം തട്ടിക്കൊണ്ടുപോയപ്പോഴും ബാക്കിയായ തലത്തെക്കുറിച്ച്. ഈ ആഫ്രിക്ക, ഏഷ്യ രാജ്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രം കൃത്യമായി അറിയുന്നതാണ്. അഥവാ കോളനിയുടെ കൃത്യമായ ആ ഒരു പിടിച്ചു കെട്ടലിന് ഏറ്റ രാജ്യമാണ് ഒന്ന് ആഫ്രിക്ക. കൃത്യമായിട്ട് ഇന്ത്യ അതിൽ പെട്ടതുകൊണ്ട് തന്നെ ഇന്ത്യ ആ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ വായനയാണ് നമ്മൾ ആഫ്രിക്കയിലേക്കും നടക്കുന്നത്. ആ സമയത്ത് അതിനെ അതിജയിച്ച കഥയാണ് ഇവിടെ റിസാല പറയുന്നത്. ഈ ബുർക്കിന ഫാസോ, ആ നാടിൻ്റെ പേര് തന്നെ എത്ര ചന്തമുണ്ട്. അതായിരുന്നില്ല നാടിൻ്റെ പേര്. നേരെ മറിച്ച് ആ നാടിന് 1983 ആ ബുർക്കിന ഫാസ എന്ന പേര് ഈ നാടിന് ലഭിക്കുന്നത്. അഥവാ നന്മ ഉള്ളവരുടെ നാട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ നാടിനെ യഥാർത്ഥത്തിൽ ഈ കോളനിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടനെ വലിയ തകർച്ച അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മൾ കണ്ടു, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്തൊക്കെ വലിയ ഇടിവ് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്തരം കോളനി പക്ഷക്കാർ അവർ കയറി വരുന്ന സമയത്ത് അവർ ഏത് രാജ്യത്തെയാണോ പിടിച്ചു വെക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് അവർ പരമപ്രധാനമായി ഉപയോഗിക്കുക അവിടുത്തെ റിസോഴ്സുകൾ, അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ, അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നാട്ടിൽ എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിന് പരമാവധി എവിടെ നിന്ന് അവർ ഊറ്റിയെടുക്കുകയും അതനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ആ രാജ്യം തീർത്തും ഇല്ലാതെയായി പോകുന്നത്, അല്ലെങ്കിൽ ആ രാജ്യത്ത് വലിയ രൂപത്തിൽ അരക്ഷിതാവസ്ഥ സംഭവിക്കുന്നത്. ഇത്തരം അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ അത്തരം അരക്ഷിതാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക കാർഷിക മേഖലയിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായി അതിനെ പഠിക്കുകയും അതിനെ മറികടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത ഒരു കഥയാണ് ഈ ബുർക്കിന ഫാസയിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ലേഖനത്തെ കുറെ കൂടി നിയമത്തിന്റെ യാന്ത്രിക ശക്തിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. നിയമം എങ്ങനെയാണ് കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നത്, ആളുകളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ നേരത്തെ അതൊരു തീവ്രവാദ തലത്തിൽ അനലൈസ് ചെയ്തിരുന്നതെന്ന് ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി പോകുന്ന വിധത്തിലേക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ എത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നിയമം
ഇതിലിടപെടുന്നത് അതിൻ്റെ യാന്ത്രിക ശക്തിയുണ്ടോ നിയമത്തിന് എന്ന ചോദ്യത്തോടു കൂടി ഈ ഒരു അനാലിസിസ് കൂടി റിസാല നടത്തി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നിയമം ഇന്ത്യയിലുണ്ട്. അത് കൃത്യമായി പ്രയോഗിക്കാത്തതാണ് ഇന്ന് വിദ്വേഷ പ്രസംഗന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത്. പൊതുവിൽ ഇന്ന് ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പരിപാടിയിലൊക്കെ അധികവും ജനങ്ങളെ എങ്ങനെ ഇതിൽ വികാരഭരിതരാക്കാമെന്നാണ് ചില പ്രഭാഷകന്മാരെങ്ങാനും ധരിച്ചു വച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ ഉടലെടുക്കുന്നത്. അത് വലിയ അർത്ഥത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. നമ്മുടെ സൗഹാർദ്ദങ്ങളെ പോലും തകർക്കുന്ന വിധേന അത് മാറുന്നു എന്നതാണ് വിദ്വേഷ പ്രസംഗങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിയമമുണ്ട്, പക്ഷെ ആ നിയമത്തിൻ്റെയും പ്രായോഗികവൽക്കരിക്കുമ്പോഴാണ് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിക്കുകയുള്ളൂ. അടുത്ത ഒരു കവർ സ്റ്റോറിയുടെ അടുത്തൊരു തലം എന്ന് പറയുന്നത് ആസന്നമായ മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ എന്ന TC മാത്യുവിൻ്റെ ലേഖനമാണ്. എന്തായാലും $100 $1 100 കൊടുക്കേണ്ടുന്നിടത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഓരോ ചെറിയ സേവനത്തിന് പോലും വലിയ സമ്പത്ത് മാറ്റിവെക്കേണ്ടുന്ന ഒരു വളരെ ദയനീയമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകം മൊത്തം, ലോകക്രമം തന്നെ മാറുന്നു. ആ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞ ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് ഈ ലേഖനത്തെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യം അത് വലിയ അർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറക്കണം, ആരും സ്വർണം മേടിക്കാൻ പാടില്ല, വിദേശയാത്ര കുറക്കണം, പരമാവധി പേർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണം, സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം ബസ്, അതുപോലെ മെട്രോ, ട്രെയിനുകളൊക്കെ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രസ്താവന വന്നതോടുകൂടി വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം, അത്രമേൽ ദുരിതത്തിലാണോ നമ്മുടെ നാട് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഈ ഒരു ചർച്ചയുടെ പ്രസക്തി തന്നെ ലേഖനത്തിൻ്റെ അടിവേരുകളിലേക്ക് അന്വേഷിച്ചെത്തുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഒരു മുൻകരുതലിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ആംഗിളുകളാണ്. അഥവാ പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ രൂപയുടെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ RBI വെക്കുന്ന കുറേ കണ്ടീഷനുകളുണ്ട്. RBI മാത്രമല്ല, IMFൻ്റെയും അതുപോലെ വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ ഒരു ലോകക്രമത്തിലെ അനാലിസിസിൽ നമ്മൾ കാണുന്നൊരു പാർട്ട്, ചില പ്രത്യേക റിസർവോയറുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സാമ്പത്തിക എന്താണോ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൂടി ഒരു പ്രൊഡക്ഷൻ സൈഡിലാണല്ലോ ഉള്ളത്. അവിടെ എപ്പോഴും വിദേശത്ത് നിന്ന് ഒരു സംവിധാനത്തെ, ഒരു സഹായത്തെ ഇന്ത്യ വാങ്ങേണ്ടി വരുമ്പോൾ അവിടെ ഇന്ത്യ കൊടുക്കേണ്ടി വരിക, ഈ സഹായത്തിന്, ഈ സേവനത്തിന് ഇന്ത്യ പകരം നൽകേണ്ടി വരിക വിദേശ നാണയങ്ങളാണ്, വിദേശ നാണ്യങ്ങളാണ്. ഈ വിദേശ നാണ്യങ്ങൾ നമ്മുടെ കയ്യിൽ തീർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അഥവാ ആവശ്യമായിരിക്കുന്ന ധാരാളം സേവനങ്ങൾ നമുക്ക് മിസ്സാവും. പ്രത്യേകിച്ച് ഈ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ പാർട്ട്, പാചകവാതകങ്ങളുടെ പാർട്ട്, അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ പാർട്ട്, പ്രകൃതിവാതകങ്ങളുടെ തലം, ഇത്തരം നിത്യോപയോഗ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘടകങ്ങളെ വാങ്ങുന്നതിന് നിർബന്ധമായും ആ രാജ്യത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരിക ഡോളറുകളായിരിക്കും, അല്ലെങ്കിൽ വിദേശ നാണ്യങ്ങളായിരിക്കും. ഈ വിദേശ നാണ്യങ്ങളുടെ ഇത്തരം സാധ്യതകൾ പൂർത്തീകരിക്കുന്നതിന് വിദേശ നാണ്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർണം വാങ്ങാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സംസാരം വരുന്നത്. പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം അടുത്ത ഒരു പഠനം കൂടി നമ്മൾ ഇവിടെ കാണണം. ഇസാലയുടെ വയനാട് മുസ്ലിം ചരിത്രം, സൂഫികളും തീർത്ഥാടന കേന്ദ്രങ്ങളും. വയനാട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ വയനാടിൻ്റെ ഓരോ ചെറു ഗ്രാമത്തിലും നമുക്ക് വലിയ മഹാന്മാരുടെ മസാറുകൾ കാണാൻ പറ്റും. അവിടങ്ങളിൽ അവർ സ്വസ്ഥമായി
റബ്ബിലേക്കടുത്ത് ഇബാദത്തുകളിലായി നിന്നിരുന്നൊരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ ഭാഗമായി തീർത്തും റബ്ബിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു 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 സ്വസ്ഥമായിരിക്കലുകൾ, ആ സ്വസ്ഥമായിരിക്കലുകൾക്ക് വേണ്ടി സഞ്ചരിച്ചപ്പോൾ ആ ഗ്രാമങ്ങളിലെ ഓരോ ഇടങ്ങളിലും നമുക്ക് മശായിഖന്മാരെ കാണാം. വയനാട്ട് യാത്ര എന്ന് പറയുന്നത് തന്നെ വലിയ രസമുള്ളൊരു യാത്രയാണ്. പ്രത്യേകിച്ച് ആ ചുരക്ക് കയറി ഹരിതകാന്തിയിൽ നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ണി നല്ല കുളിർമ നൽകുന്ന ഒരു യാത്രയ്ക്കും വയനാട് യാത്ര. ആ വയനാട്ടിൽ അതിൻ്റെ ഉള്ളുകളിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അനേക മഹാന്മാരുടെ മസാറുകൾ കാണാൻ കഴിയും. ഇപ്പോൾ കാട്ടിച്ചിറക്കൽ മക്കാമൊക്കെ വളരെ നടന്ന് ഉള്ളിലോട് ചെന്ന് അവിടെയൊക്കെ സിയാർത്ത് ചെയ്യുമ്പോണ്ടാവുന്ന ആത്മീയതയും അതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഊർജ്ജമൊക്കെ മനസ്സിന് വലിയ വില നൽകുന്നതാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ലേഖനം. ചരിത്രങ്ങൾ ബാക്കിയാക്കുന്ന, ചരിത്രങ്ങളിലേക്കുള്ള ആലോചനകൾ പഠനങ്ങളിലേക്ക് എത്തിക്കുന്ന ബാവലി മക്കാമിൻ്റെ, കാട്ടിച്ചിറക്കൽ മക്കാമിൻ്റെ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന മസാറുകളെ കുറിച്ചുള്ളൊരു നല്ല ആലോചന, നല്ലൊരു പഠനം, അത് ഒരു പഠനത്തിൻ്റെ തുടക്കമാണ്. ഇവിടെ നിന്ന് ഇനിയുമേറെ പഠനങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ചൂണ്ടുവിരൽ നീട്ടുന്നതാണ് റിസാലയുടെ ഈ ഒരു അവതരണം. റിസാല അവസാനിക്കുന്നത് വിശപ്പിൻ്റെ വിരലുകൾ എന്ന കവിതയോടുകൂടിയാണ്. അഷ്റഫ് കാവിൽ എഴുതിയ വളരെ ചിന്തനീയമായൊരു കവിത. പാതിരാവിൽ ഒരു തട്ടുകട, വിരിപ്പ് കുടഞ്ഞെഴുന്നേൽക്കുന്നു, പാത്രങ്ങളുടെ മുട്ടിൽ തീനാമ്പുകൾ കഥ തുടങ്ങുന്നു, സമോവർ വിറച്ചു തുള്ളുന്നു, ട്രെയിലിരുന്ന മുട്ടകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഡീകോഡ് ഇവിടെ അവസാനിക്കുന്നു.